എന്റെ ദൈവവിളി പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് റവറൻ ഫാദർ പീറ്റർ പഞ്ഞിക്കാരൻ കപ്പൂച്ചിൻ അച്ഛന്റെ ദൈവവിളി അനുഭവങ്ങളാണ്. തൃശൂർ ജില്ലയിൽ മാള പൊയ്ക പഞ്ഞിക്കാരൻ വീട്ടിൽ വർഗീസ് മേഴ്സി ദമ്പതികളുടെ 5 മക്കളിൽ 4-മനായി ജനനം. തൃശൂർ മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കെ തെരുവിൽ കഴിഞ്ഞിരുന്ന കുഷ്ഠരോഗിയിൽ ക്രിസ്തുവിന്റെ മുഖം ദർശിച്ച സന്യസ്ത ജീവിതം തിരഞ്ഞെടുത്തു. തൃശൂർ പൂത്തോൾ കാൽവരി ആശ്രമാംഗമായി സന്യസ്ത ജീവിതം ആരംഭിച്ചു. ഞാൻ ഫാദർ പീറ്റർ പഞ്ഞിക്കാരൻ കപ്പുച്ചൻ, മാള പൊയ്യ പഞ്ഞിക്കാരൻ വർഗീസ് മേഴ്സി ദമ്പതികളുടെ 5 മക്കളിൽ 4-മത്തെ പുത്രനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഒരു ദൈവവിളി കണ്ടെത്തിയത് വളരെ വിചിത്രമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന് എന്നെ സഹായിച്ചത് എൻ്റെ അപ്പാപ്പനാണ്. അപ്പാപ്പൻ എൻ്റെ കൊച്ചുനാളിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോയി ഏറ്റവും ആൾത്താരയുടെ ഏറ്റവും അടുത്ത് നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് കാണാൻ എനിക്കിട വന്നിട്ടുണ്ട്. അപ്പാപ്പനോടൊപ്പം അപ്പാപ്പൻ്റെ കൈ പിടിച്ച് ഞാൻ ആൾത്താരയുടെ അടുത്ത് തന്നെ ചെന്ന് നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ അതും എനിക്ക് വലിയൊരു പ്രാർത്ഥന അനുഭവമാവുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് എൻ്റെ ബാല്യകാലത്ത് ഞാൻ പഠനം ആരംഭിച്ചപ്പോൾ ആ പഠനങ്ങളിൽ ഒക്കെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലുകൾ, ഞാൻ പഠിക്കാൻ അത്ര സമർത്ഥനമൊന്നും ആയിരുന്നില്ല, എന്നിട്ടും ദൈവം എന്നെ സഹായിച്ച് ഒരു തോൽവിയും കൂടാതെ ഞാൻ പ്രൈമറി സ്കൂളുകളെല്ലാം പഠിച്ച് പൂർത്തീകരിക്കുകയായിരുന്നു. ഇതിനിടയിൽ എൻ്റെ ജീവിതത്തിൽ വല്ലാതെ എൻ്റെ അലട്ടിയിരുന്ന ഒരു സംഭവമാണ് ചെറുപ്പകാലങ്ങളിൽ വരുന്ന ചൊറി. ഈ ചൊറി എൻ്റെ ദേഹത്തിൽ എനിക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാ മക്കൾക്കും അത് ബാധിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മയുടെ അമ്മാമ്മ കാട്ടൂരിൽ നിന്നും വന്ന് ഞങ്ങൾ അപ്പനുമായിട്ട് സംസാരിച്ച് എന്നെ അമ്മാമ്മയുടെ ആ വസതിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഞാൻ അമ്മാമ്മയും ഞാനും അങ്കിൾമാരും ആൻറ്റിമാരുമായിട്ട് ജീവിതം തുടങ്ങിയിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ 5-ാം ക്ലാസ് വരെ അവിടെ പഠിക്കാൻ ഇടവരികയും തുടർന്ന് വീണ്ടും എൻ്റെ ജന്മസ്ഥലത്തേക്ക് പൊയ്യയിലേക്ക് വരാൻ ഇടവരികയും ചെയ്തു. അങ്ങനെ ഇരിക്കെ അവിടെ എന്നെ പഠിപ്പിച്ചിരുന്നത് ഫ്രാൻസിസ്കൻ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സാണ്. ഈ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം എന്നെ വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഫ്രാൻസിസ്കനായ സിസ്റ്റേഴ്സ് എപ്പോഴും എന്നിലൂടെ ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ, പഠിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എൻ്റെ സൽസ്വഭാവങ്ങളിലും അവർ വേണ്ടത്ര എന്നെ വളരെയധികം ചിട്ടയോടുകൂടി തന്നെ കൊണ്ടു നടന്നിരുന്നു. ഇതിനിടയിലാണ് ഞാനൊരു സംഭവം കാണുന്നത്. എൻ്റെ ദിവ്യകാരുണ്യ സമയത്ത് കമ്മ്യൂണിയൻ എൻ്റെ ആ കാറ്റഗീസൊക്കെ പഠിപ്പിച്ചിരുന്നത് ഹെൻറീത്ത എന്ന് പറയുന്ന ഒരു സിസ്റ്ററായിരുന്നു. ആ സിസ്റ്റർ ആ ഒരു മാസ കാലഘട്ടത്തിൽ ഞങ്ങളെ ഈ കമ്മ്യൂണിയന് വേണ്ടി പഠിപ്പിക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത് അവിടെ ആ സിസ്റ്റർ നരകത്തിൻ്റെ ഒരു അവസ്ഥ കാണിച്ചുകൊണ്ട്, ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട്, മക്കളെ ഇങ്ങനെയുള്ള നരകാഗ്നിയിലേക്ക് നിങ്ങൾ ഒരിക്കലും പഴുതി വീഴരുത് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപദേശിക്കുന്ന ആ ഒരു സിസ്റ്ററെയാണ്. തുടർന്ന് പറഞ്ഞു, നിങ്ങളുടെ നാവിൽ ഈശോ വരുമ്പോൾ ആ ഈശോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണെന്നും ആ ഈശോയെ ഒരിക്കലും പല്ലുകൊണ്ട് കടിച്ചേക്കരുത്, അത് എപ്പോഴും ആ ഈശോയെ നാവിൽ വെച്ച് നുണഞ്ഞ് ഇറക്കാമേ എന്നു പറഞ്ഞ് ഞങ്ങളെ ശീലിപ്പിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം ആ സിസ്റ്റർ പഠിപ്പിക്കുകയുണ്ടായി, ഈശോ നിങ്ങളുടെ ഹൃദയത്തിൽ വരുമ്പോൾ എൻ്റെ ഹൃദയങ്ങളിൽ വസിക്കുന്ന മാധുര്യവനായ ഈശോയെ അങ്ങ് ഞങ്ങളോടുകൂടെ എന്നും വസിക്കണമേ എന്ന ആ സുഹൃത ജപം പഠിപ്പിച്ചു തന്നതും ഞാൻ ഇന്നും ഓർമ്മിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ജനമേ, തീർച്ചയായിട്ടും ആ ദിവ്യകാരുണ്യനാഥൻ്റെ പുത്തൻ അനുഭവം,
ആ ദിവ്യകാരുണ്യ സമയത്ത് എനിക്കുണ്ടാകുകയും അന്നു മുതൽ ഈശോയോടുള്ള ഭക്തി എന്നിൽ വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച് എനിക്ക് പഠിക്കുവാനുള്ള അവസരം പല രീതികളിലും ലഭിച്ചപ്പോൾ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തോടുകൂടി തന്നെ പരിശുദ്ധമായ കൊന്ത ചൊല്ലി ദിവസവും മാതാപിതാക്കളോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവവിളി അത് ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ പഠനം ഹൈസ്കൂൾ തലത്തിലെത്തിയപ്പോൾ എൻ്റെ പഠനം ഞാൻ അവിടെ നിന്നും തൃശ്ശൂർ മോഡൽ ബോയ്സ് ഹൈസ്കൂളിലേക്ക് വന്നു. അവിടെ 2 വർഷക്കാലം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചവനാണ്. കാരണം പഠിക്കുന്നതിൽ വലിയ സാമർഥ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒത്തിരി പരീക്ഷാ ഭയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരു വിഷയത്തിലും തോൽക്കാൻ പാടില്ല എന്നുള്ള ചിട്ടയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ചേട്ടന്മാരോ ഞാനോ തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കഠിനമായ ശിക്ഷകൾ അപ്പൻ തരുന്നുണ്ടായിരുന്നെങ്കിലും അപ്പൻ്റെ ഉള്ളിലെ ആ മറയപ്പെട്ട സ്നേഹം എന്താണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കെ ഞാൻ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂർ പൂരപ്പറമ്പിലൂടെ നടന്നു നീങ്ങവേ എല്ലാ ദിവസവും ഒരു കുഷ്ഠരോഗിയെ എനിക്ക് കാണാനിട വന്നിട്ടുണ്ട്. ആ കുഷ്ഠരോഗി എല്ലാ ദിവസവും എൻ്റെ മുമ്പിലേക്ക് കൈനീട്ടി എന്തെങ്കിലും ചോദിക്കുമായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നും ഒരിക്കലും 10 പൈസ മിഠായി വാങ്ങിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടി തരാറില്ലായിരുന്നു. പക്ഷേ എനിക്ക് എന്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ആലോചിച്ച് ഇരിക്കെ ഞാൻ കണ്ടത് ഒരു പരീക്ഷാ നാളിലാണ് എനിക്ക് മുട്ടിപ്പായിട്ട് ഈ പരീക്ഷയിൽ ജയിക്കണമെന്നും അങ്ങനെ നല്ലൊരു വിജയിയായി തൻ്റെ ജീവിതം തുടരണമെന്നും ആഗ്രഹത്തിൽ ഈ കുഷ്ഠരോഗിയുടെ മുമ്പിലേക്ക് പരീക്ഷയുടെ നാളാണെങ്കിലും ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചോറ്റുപാത്രത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ ചോറ്റുപാത്രത്തിലേക്ക് ഞാൻ എൻ്റെ ചോറ്റുപാത്രം നീട്ടിയപ്പോൾ ആ വിരലുകളറ്റ ആ ചോറ്റുപാത്രത്തിലേക്ക് ഞാൻ ചോറിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന്. ആ വിരലുകളറ്റ കൈകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒന്ന് പൊക്കിയപ്പോൾ ക്രിസ്തുവിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും എനിക്ക് ആ ക്രിസ്തുവിനെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പിറ്റേ ദിവസവും ഈ കുഷ്ഠരോഗിയെ കാണാൻ ആഗ്രഹിച്ചു. പിറ്റേ ദിവസവും പരീക്ഷയാണ്. ഇത് അമ്മ അറിഞ്ഞാൽ അപ്പൻ അറിഞ്ഞാൽ ശിക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സമയമായിരുന്നു. എങ്കിലും ഞാൻ അതെല്ലാം മറികടന്ന് പിറ്റേ ദിവസവും ആ കുഷ്ഠരോഗിയെ കാണാനുള്ള വെമ്പലോടുകൂടി 3-3.5 കിലോമീറ്റർ നടന്ന് അവിടെ എത്തിയപ്പോൾ ആ രോഗിയെ കാണാനുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസവും ഞാൻ പരീക്ഷിച്ചു നോക്കി, അന്നും കാണാനുണ്ടായിരുന്നില്ല. അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് ഇത് ക്രിസ്തു ആയിരുന്നു എന്ന്. തീർച്ചയായിട്ടും ആ നാളിൽ മുതൽ ഞാൻ ഈ ഒരു ജീവിത രീതിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ താമസിച്ചിരുന്ന ആ ക്വാർട്ടേഴ്സിൻ്റെ 500 മീറ്റർ അപ്പുറത്തിൽ നിന്നും ഒരു ആശ്രമം, കപ്പുച്ചിൻ ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ ഒത്തിരി ബ്രദേഴ്സ്, 125 ബ്രദേഴ്സും 10-20 അച്ഛന്മാരും അടങ്ങുന്ന വലിയ സമൂഹമായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങളുടെ വിശുദ്ധ കുർബാന ചെന്ന് സംബന്ധിക്കുന്ന കാര്യം. അന്ന് അപ്പനും അമ്മയും ചേട്ടന്മാരും ഞങ്ങളടക്കം ആശ്രമത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴൊക്കെ ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഉടുപ്പിട്ട ബ്രദേഴ്സ് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ പാട്ടും അവരുടെ പെരുമാറ്റ രീതികൾ കണ്ടപ്പോൾ വളരെയധികം ഇങ്ങനെയുള്ളൊരു അച്ഛനായി തീർന്നാലോ എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ വലിയ ജീവചരിത്രം ഫാദർ ലിയോ ഹിപ്രത്ത് എഴുതിയ ആ ജീവചരിത്രം എൻ്റെ കയ്യിൽ കിട്ടുകയും അത് ഒരു ഇരിപ്പിൽ തന്നെ ഇരുന്ന് വായിച്ചാൽ തീരാത്തത് എനിക്ക് വളരെ മതിപ്പോടുകൂടി വായിക്കാൻ ഇടവരികയും അവിടെയും ആ വിശുദ്ധ ഫ്രാൻസിസ് അസിസിക്ക് ഉണ്ടായിരുന്ന കുഷ്ഠരോഗിയോടുള്ള സ്നേഹം, ക്രിസ്തുവിനെ കണ്ടുകൊണ്ടുള്ള ആ സ്നേഹത്തിൽ എനിക്കും മിഴി തുറക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു അസിസി പുണ്യാളൻ്റെ പാതയിലൂടെ
ക്രിസ്തുവിനെ അടുത്തനുകരിക്കാൻ വലിയ വെമ്പലുമായിട്ടാണ് ഞാൻ ഇരുന്നത്. അങ്ങനെ അതിനുവേണ്ടി ഞാൻ സ്വകാര്യപരമായിട്ട് പല മുതിർന്ന ബ്രദേഴ്സുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ ക്യാമ്പുകളിൽ പോയി സംബന്ധിച്ച് എനിക്ക് സെലക്ഷൻ കിട്ടുകയും അവിടെ ഭരണങ്ങാനം എന്ന അവിടെ അസിസി ആശ്രമത്തിൽ സെറാഫിക് സെമിനാരിയിൽ എനിക്ക് സെലക്ഷൻ കിട്ടി അവിടെ ചേരുകയും ചെയ്തു. തീർച്ചയായിട്ടും മാലാഖമാരെ പോലെ 63 ബ്രദേഴ്സും അവർ വെള്ള ഷർട്ടും വെള്ള മുണ്ട് ഇട്ട് പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ തികച്ചും മാലാഖമാർ നടക്കുന്നത് പോലെയുള്ള ഒരു ദൈവാനുഭവം തന്നെയാണ് എനിക്കും അവിടെ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അവിടെയുള്ള അച്ഛന്മാരുടെ നിരന്തരമായ പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ ഞങ്ങളോടുള്ള ആ സൗഹൃദവും എല്ലാം എന്നെ ഇതുപോലെയുള്ളൊരു കപ്പുച്ചിൻ സഭയിലെ ദൈവവിളിക്ക് എന്നെ ഒത്തിരി ഒരു വൈദികനായിട്ട് തീരുവാൻ സഹായിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. മുതിർന്ന അച്ഛന്മാരുടെ പ്രത്യേക രീതിയിലുള്ള സാമീപ്യവും പ്രത്യേകിച്ച് അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുരഞ്ജനത്തിൻ്റെ കൂദാശയും അവരുടെ ഫ്രാൻസിസ്കൻ രീതിയിലുള്ള ജീവിത രീതിയും എന്നെ വളരെയധികം സ്പർശിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പലവട്ടവും ഈ വൈദികർ വന്ന് പ്രാർത്ഥിക്കുകയും പല സമയവേളകളിലും കാനോന നമസ്കാരങ്ങളും മറ്റ് പ്രാർത്ഥനകളുമായിട്ട് ഇരിക്കുകയും ചെയ്യുന്ന ആ പ്രവണത എന്നെ ആകൃഷ്ടനാക്കി. വർഷം 1 പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം അവിടെയുള്ള കപ്പുച്ചൻ ബ്രദേഴ്സിനെ കണ്ടുകൊണ്ടാണ് ഈ ഒരു ദൈവവിളിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടെങ്കിലും അത് പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെയുള്ള ആ സഹോദരന്മാർ മാലാഖമാരല്ല മനുഷ്യരാണെന്നുള്ളൊരു തിരിച്ചറിവ് എന്നിലുണ്ടാകുകയും പിന്നീട് ആ കപ്പുച്ചൻ സഹോദരന്മാരെ എന്നതിലുപരിയായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം വെച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും ആ ഒരു ബന്ധത്തിലേക്ക് ആ ഒരു ആഴങ്ങളിലേക്ക് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് വളർന്നു വരുവാനും അങ്ങനെ ദൈവോന്മുഖമായിട്ട് ജീവിക്കാനും ആരംഭിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എൻ്റെ ഈ ജീവിതത്തിലെ തുടർന്നുള്ള എല്ലാ പഠനകാലങ്ങളിലും ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും ദേവാലയത്തിൽ പോയിരുന്നു കൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആ സ്വരൂപത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടും വിശുദ്ധ സക്രാരിയിലേക്ക് നോക്കിയും ആ അസീസി പുണ്യാളൻ്റെ ചൈതന്യത്തോടെ എനിക്ക് എങ്ങനെ ഒരു കപ്പൂച്ചൻ വൈദികനായിട്ട് തീരാം എന്നുള്ളത് ഞാൻ പല ദർശനങ്ങളിലൂടെ മനസ്സിലാക്കുകയും അതിനനുസൃതമായിട്ട് ജീവിക്കാനും ആരംഭിച്ചപ്പോൾ ഇന്ന് 1997 ജനുവരി 2-ാം തീയതി പഴയാറ്റിൽ പിതാവിൻ്റെ ഇരിഞ്ഞാലക്കുട രൂപത മെത്രാനായിരുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈ പൗരോഹിത്യം എന്ന ശുശ്രൂഷ പൊയ്യ ഇടവകയിൽ വെച്ച് സെന്റ് അഫ്രേം പള്ളിയിൽ വെച്ച് എനിക്ക് സ്വീകരിക്കാൻ ഇടവന്നു. ആ പൊയ്യ ഇടവക പള്ളിയിൽ ആദ്യമായിട്ടൊരു കപ്പുച്ചിൻ വൈദികൻ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്ന പല കോൺഗ്രിഗേഷൻ അച്ഛന്മാരുണ്ടെങ്കിലും അതിലും വ്യത്യസ്തമായ രീതിയിൽ എന്നെ മറ്റുള്ളവരെല്ലാവരും കാണുകയും അങ്ങനെ ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൽ എനിക്ക് കൂടുതൽ വേരൂന്നിക്കൊണ്ട് ജീവിക്കാൻ ഇടവരികയും ഇന്ന് 28 വർഷം ഈ പൗരോഹിത്യത്തിലൂടെ നടന്ന് ഞാൻ നീങ്ങിയെങ്കിലും കൂടുതൽ ഫ്രാൻസിസ്കൻ ചൈതന്യം എന്നിൽ വേരൂന്നിക്കൊണ്ട് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പാതയിലൂടെ ക്രിസ്തുവിനെ അടുത്ത് അനുകരിക്കുവാനുള്ള ആ ശ്രമം ഇന്ന് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രമത്തിൽ എന്നെ ഏറ്റവും വലുതാക്കിയത് എൻ്റെ ഗുരുക്കന്മാരായ അച്ഛന്മാർ മാത്രമല്ല, ഞാൻ ഏറ്റവും പേടിച്ചിരുന്ന എൻ്റെ അപ്പനും അതുപോലെ എന്നോടൊപ്പം കൂടെയുണ്ടായിരുന്ന എൻ്റെ അമ്മയും അവരുടെ പിന്നിലുള്ള നെഗറ്റീവ് വികാരങ്ങളെയൊക്കെ ഞാൻ മാറ്റിക്കളഞ്ഞ് അവ പോസിറ്റീവ് വികാരങ്ങളാക്കി ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും എൻ്റെ അപ്പനെയും അമ്മയെയുമാണ്. ഈ അമ്മ 2025 ഫെബ്രുവരി 3-ാം തീയതി ഇഹലോകാവാസം വെടിഞ്ഞുവെങ്കിലും ആ അമ്മ സ്വർഗത്തിലിരുന്നു കൊണ്ട് എൻ്റെ ഈ ഒരു ജീവിത രീതിയിൽ ഒത്തിരി ഉറച്ചു നിൽക്കുവാനായിട്ട് ഒരു വിശുദ്ധനായ വൈദികനായിട്ട് തീരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
കേരളത്തിന്റെ വിവിധ തീരദേശ മേഖലകളിലും പിന്നോക്ക ഗോത്രവർഗ മേഖലകളിലും ആന്ധ്ര, ഡൽഹി തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ മിഷണറിയായി സേവനം അനുഷ്ഠിച്ചു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ദൈവം നൽകിയ പ്രത്യേക ദർശനപ്രകാരം ഏകം ദമ്പതി ദർശനം എന്ന പ്രവർത്തനത്തിലൂടെ ആത്മാർപ്പണത്തോടുകൂടി കുടുംബജീവിതം ലഭ്യമാക്കുവാൻ ഉതകുന്ന നിരവധി കൗൺസിലിംഗ് അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് ഫാദർ പീറ്റർ പഞ്ഞിക്കാരൻ കപ്പൂച്ചിൻ അച്ഛൻ നേതൃത്വം നൽകി വരുന്നു. അതോടൊപ്പം തന്നെ ഈ ഇന്നേ കാലം വരെ ഞാൻ പല ആശ്രമങ്ങളിലായിട്ട് വൈദികനായിട്ട് അനുഷ്ഠിക്കുന്നതിന് ഇടവരികയും ചെയ്തിട്ടുണ്ട്. എൻ്റെ റീജൻസി കാലഘട്ടം വൈദികനാകുന്നതിന് മുമ്പ് അഞ്ചുതെങ്ങിലും ഫിഷർ ഫ്ലോക്കിൻ്റെ ഇടയിലും ആദിവാസി കോളനികൾ ഉണ്ടായിരുന്ന അട്ടപ്പാടിയിലും അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജ് പി യു തോമസിൻ്റെ കീഴിൽ തുടക്കത്തിൽ ഞങ്ങളുടെ തന്നെ ആ ഒരു വലിയ പരിശ്രമങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെക്കുകയും അങ്ങനെ അതുപോലെ തന്നെ പല നിലമ്പൂർ പല സ്ഥലങ്ങളിൽ പോയി സാധാരണ രീതിയിലുള്ള കൂലിപ്പണിക്കാരുടെ ഇടയിൽ കൂലിപ്പണി ചെയ്തുകൊണ്ട് അവരുടെ ഇടയിലുള്ള വിഷമങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു തിയോളജി ദൈവശാസ്ത്രം എന്നിൽ രൂപം കൊള്ളുവാൻ അങ്ങനൊരു ആത്മീയത എന്നിൽ വളർത്തിയെടുക്കാൻ സാധിച്ചു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ആന്ധ്രാപ്രദേശിലും ഡൽഹിയിലും പല വില്ലേജുകളിലും പോയി അവരുടെ കൂടെ ഇരുന്ന് അവരുടെ വിഷമസന്ധികളിലെല്ലാം അവരോടൊപ്പം ഭാഷകൾ പഠിച്ച് അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അവരുടെ മൂല്യങ്ങൾ എന്നിലേക്ക് പകർത്തി. തീർച്ചയായിട്ടും ഈശോ പറഞ്ഞുവല്ലോ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, വയലിലെ പുല്ലുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ആകാശത്തിലെ പറവകൾക്ക് കൂടുകളോ കുറുനരികൾക്ക് മാളങ്ങളോ ഒന്നുമില്ല എന്ന്. തീർച്ചയായിട്ടും സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ സാധാരണ രീതിയിൽ പാവപ്പെട്ടവരായി ജീവിക്കുന്നവരുടെ ഇടയിലും രോഗികളായിട്ട് കിടക്കുന്നവരിലുമൊക്കെ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ മുഖങ്ങൾ അവിടെയെല്ലാം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം എന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ക്രിസ്തുവുമായിട്ട് അനുരൂപപ്പെടുവാൻ, ക്രിസ്തുവിൻ്റെ മറ്റൊരു ഫ്രാൻസിസായി ക്രിസ്തുവായിട്ട് രൂപാന്തരം പ്രാപിക്കുവാൻ എനിക്ക് സഹായിച്ചിട്ടുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല. തുടർന്നും ഞാൻ ഓർമ്മിക്കുന്നത്, ഡൽഹിയിൽ ഒരു വില്ലേജിലായിരുന്നപ്പോൾ ഞങ്ങൾ 7 സഹോദരന്മാരായിരുന്നു വൈദികനാകാൻ ഉണ്ടായിരുന്നത്. ഈ 7 സഹോദരന്മാരും ഒരുമിച്ച് വില്ലേജിലായിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഓർഫനേജിൽ വിശുദ്ധ മദർ തെരേസ ഉണ്ട് എന്ന് കേട്ടപ്പോൾ അന്ന് ആ മദർ തെരേസ ഒരു ജീവിക്കുന്ന വിശുദ്ധയാണെന്നും ആ അമ്മയെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഒരു വെളുപ്പാങ്കാലത്ത് തന്നെ ഞങ്ങൾ ആ ഓർഫനേജിൽ കയറി ബെല്ലടിച്ചു. ആ അമ്മ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളിൽ വല്ലാത്തൊരു പ്രകാശം കൊണ്ടു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അമ്മ ഞങ്ങളോട് ചോദിച്ച ചോദ്യം മറ്റൊന്നല്ല, വാട്ട് ഡു യു വാണ്ട്? നിങ്ങൾക്ക് എന്താണ് ആവശ്യം? തീർച്ചയായിട്ടും ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം വൈദികരാകുക എന്നുള്ളതല്ലേ. ഞങ്ങൾ അമ്മയോട് പറഞ്ഞു, വി വുഡ് ലൈക്ക് ടു ബിക്കം ഗുഡ് പ്രീസ്റ്റ്. ഉടനെ അമ്മ പറയുക, നോട്ട് ഗുഡ് പ്രീസ്റ്റ്, യു ഷുഡ് ബിക്കം ഹോളി പ്രീസ്റ്റ്. തീർച്ചയായിട്ടും അമ്മ പറഞ്ഞ വാക്കുകൾ, അമ്മയുടെ മുഖഭാവം ഇന്നും ഒളിമങ്ങാതെ ഇന്ന് എൻ്റെ മനസ്സിൽ രൂപം കൊണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയാണ് കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഏകം ദമ്പതി ദർശനം എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മാരേജ് കോഴ്സ്. 16 വർഷക്കാലമായിട്ട് ഞാൻ ഈ ഒരു കോഴ്സിൽ ആത്മാർപ്പണത്തോടുകൂടി കുടുംബങ്ങളുടെ ഒരു നന്മയ്ക്ക് വേണ്ടി അവരിൽ ഉണ്ടാകേണ്ടതായ യഥാർത്ഥമായ സമാധാനവും സന്തോഷവും സംതൃപ്തിയും അവരുടെ കുടുംബജീവിതത്തിൽ ലഭ്യമാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ സഹായിക്കുന്ന പല സ്കില്ലുകളും ഉപയോഗിച്ച് ഇന്ന് ഞാൻ അത് ആത്മാർത്ഥമായിട്ട് ചെയ്തു പോരുകയാണ്. തീർച്ചയായിട്ടും
അത് തുടർന്ന് അവരിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ദൈവവിളി ലഭിക്കുവാനും അതുപോലെ അവർ നല്ല മനുഷ്യരായി വിശുദ്ധരായിട്ട് ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറുവാനും ഈ കോഴ്സ് വഴി അവർക്ക് സാധിക്കും എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും കൂടാതെ വിദേശങ്ങളിലും ഇതിന് പല രീതിയിലും വിളികൾ കിട്ടിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പോയി ഇത് അവതരിപ്പിക്കുകയും എന്തിനും ഏതിനും ഈ ഒരു കുടുംബങ്ങളുടെ യഥാർത്ഥമായ നിലനിൽപ്പിന് വേണ്ടി ഇത് സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പലരും പറഞ്ഞു 100-ൽ 90-95% നല്ല കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് ഒരു അനുഗ്രഹപ്രദമായ ഒരു കോഴ്സാണ്. അച്ഛൻ ഒരു തരത്തിലും ഈ കോഴ്സ് കപ്പിൾസ് വരുന്നില്ല എന്ന് പറഞ്ഞ് മുടക്കരുത് എന്ന് പറഞ്ഞ് അവരെന്നെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പിശാചിൻ്റെതായ പല പ്രതിപ്രവർത്തനങ്ങളും ഈ കുടുംബത്തിലാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, വൈദികനായ ഞാനോ അല്ലെങ്കിൽ വിശുദ്ധരായ വ്യക്തികളോ ആരും കുടുംബത്തിൽ നിന്നാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. വിശുദ്ധരായ മാതാപിതാക്കൾ ഉണ്ടെങ്കിലേ വിശുദ്ധരായ മക്കൾ ജനിക്കുകയുള്ളെന്ന് ഇത് ഞാൻ മനസ്സിലാക്കുകയും അതുകൊണ്ട് വളരെ ആത്മാർപ്പണത്തോടുകൂടി ഇത് ഒരു ആത്മായ ശുശ്രൂഷയായി എൻ്റെ കൂടെ മറ്റുള്ള ദമ്പതികളെ ട്രെയിൻ ചെയ്ത് അവരെയും കൂടിയും കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ഒരു കോഴ്സ് അവർക്ക് കൊടുക്കും ദമ്പതികൾക്കായിട്ട് നൽകുമ്പോൾ അത് വളരെ നല്ല അപ്പീലായി തീരുകയും ഈ ഒരു വർക്ക്ഷോപ്പ് വഴി അവരുടെ കുടുംബജീവിതം വിശുദ്ധമായിട്ട് തീരുകയും വിശുദ്ധരായ ദമ്പതികളായിട്ട് മാറാൻ ഇത് ഇടവരുത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏകം ദമ്പതി ദർശനം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു വിളിയിലേക്കാണ് ദൈവം എന്നെ പ്രത്യേകമായിട്ട് ഇന്ന് എന്നെ വിളിച്ചിരിക്കുന്നതെന്ന ആ ഒരു ആത്മധൈര്യത്തോടും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ വിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഏറെ പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഇതിന് ശക്തി സംഭരിച്ച് മുന്നോട്ട് പോകാൻ ഇടയാകുന്നുണ്ട്. ദൈവം ഇതിനു വേണ്ടി തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തും അതോടൊപ്പം തന്നെ ഇത്രയും വലിയ തിരുസഭയുടെ പങ്കാളിയായ എൻ്റെ ജീവിത പങ്കാളിയായ തിരുസഭയുടെ ആ പ്രാർത്ഥനകൾ കൊണ്ടും ഇന്ന് ഞാൻ സന്തോഷത്തോടെ സംതൃപ്തിയോടെ കപ്പൂച്ചിൻ സഭയിൽ ഒരു വൈദികനായി കാൽവരി ആശ്രമം പൂത്തോൾ തൃശ്ശൂരിൽ മെമ്പറായി ഞാൻ തുടർന്നു കൊണ്ടു പോകുന്നു. ദൈവം ഇതിനായി എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. ഞാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ശിഥിലമാക്കപ്പെടുന്ന കുടുംബബന്ധങ്ങൾക്കിടയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏകം ദമ്പതി ദർശനം എന്ന പ്രവർത്തനത്തിലൂടെ കുടുംബ നവീകരണ പ്രവർത്തനങ്ങൾക്കും കൗൺസിലിംഗ് ക്ലാസുകൾക്കും നേതൃത്വം നൽകിക്കൊണ്ടും സന്യസ്ത ജീവിതം തുടർന്നുകൊണ്ടും ജീവിതം തുടരുന്ന തൃശൂർ പൂത്തോൾ കാൽവരി ആശ്രമാംഗം റവറൻ ഫാദർ പീറ്റർ പഞ്ഞിക്കാരൻ കപ്പൂച്ചിൻ അച്ഛന്റെ ദൈവവിളി അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് എന്റെ ദൈവവിളി പ്രോഗ്രാമിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം വേർഡ് ടു വേൾഡ് ടെലിവിഷൻ, പെരിങ്ങൂർ, വെമ്പായം PO, തിരുവനന്തപുരം 695615. ഫോൺ 9495828777.
സങ്കീർത്തന മാധുരി